Hello friends, welcome to M Coding. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ Django ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോംസ് നോക്കിയായിരുന്നു, പിന്നെ മോഡൽ ഫോംസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സ് ആയിരിക്കും. ടെംപ്ലേറ്റ്സിന് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് URL ടെംപ്ലേറ്റ്സ് എന്നാണ്. ഓക്കെ, സോ എന്താണ് റിലേറ്റീവ് URL? അപ്പോൾ നമ്മൾ HTML-നകത്ത് നിങ്ങൾക്കറിയായിരിക്കും ആങ്കർ ടാഗ് അല്ലെങ്കിൽ എ ടാഗ് എലിമെൻറ്റിനകത്ത് നമ്മൾ href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. സോ href ആട്രിബ്യൂട്ടിനകത്ത് നമ്മളൊരു URL പറഞ്ഞു കൊടുക്കും. ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു URL ഇങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് റെഫറൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമുക്ക് ജാങ്കോയിനകത്ത് നമ്മൾ അല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ സിൻടാക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് URL-ന്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കണ്ടീഷൻ, അതായത് hrefനകത്ത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇതിനെ റിലേറ്റീവ് URL ഇത് ആക്ച്വലി ജാങ്കോൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. കാരണം ഞാൻ ഇതിൻ്റെ കോഡൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോ കുറച്ചുകൂടി ലെങ്തായി പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ എഴുതി വെച്ചത്. സോ ഞാനിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് other.html, പിന്നെ ഉള്ളത് റിലേറ്റീവ് URL HTML. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് HTML ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ വ്യൂ ചെയ്യണം. ഓക്കെ, സോ വ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് views.py. ഓക്കെ, views.pyക്കകത്ത് നമ്മൾ രണ്ട് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് അതർ ഉണ്ട്, പിന്നെ റിലേറ്റീവ്, അതായത് other.html, പിന്നെ ഉള്ളത് റിലേറ്റീവ് URL HTML. ആ രണ്ട് ടെംപ്ലേറ്റിനെ രണ്ട് ഫംഗ്ഷനായിട്ട് നമുക്ക് റെൻഡർ ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ ഇത് എഴുതിയതിന് ശേഷം നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ URLs എന്ന് പോയിട്ട് നമ്മൾ രണ്ട് പാത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ടാഗിങ് നിങ്ങൾ കണ്ടാണ്. ഇത് പുതിയൊരു വേരിയബിളാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ യൂസ് എന്ന്. ഓക്കെ, സോ നമ്മളിവിടെ പാത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പാത്ത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റിലേറ്റീവ് സ്ലാഷ്, ഇത് റിലേറ്റീവ് URL ടെംപ്ലേറ്റിൻ്റെ മെയിൻ പേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു HTML ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹെഡിങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ആങ്കർ ടാഗ്, ഓക്കെ, ഒരു ആങ്കർ ടാഗ് ഇതിനകത്ത് ആഡ് ചെയ്തു. ലിങ്ക് ടു അതർ പേജ്. അതർ പേജ് എന്ന് പറഞ്ഞാൽ അതർ HTML, അതർ ടെംപ്ലേറ്റ് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതർ HTML-നകത്ത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഹെഡിങ് മാത്രം, വെൽക്കം ടു അതർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ആങ്കർ ടാഗിനകത്ത് hrefൽ നമ്മളിവിടെ പെർസെൻറ്റേജ് കേളി ബ്രാക്കറ്റ്, രണ്ട് കേളി ബ്രാക്കറ്റ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് രണ്ട് പെർസെൻറ്റേജിനകത്ത് URL കഴിഞ്ഞിട്ട് കോഡ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ആപ്പ് :; അതർ. ഇവിടെ :; കണ്ടോ, ഈ ഡബിൾ കോളൻ്റെ ലെഫ്റ്റ് സൈഡിനകത്ത് ഫസ്റ്റ് ആപ്പ്. ഇതിൻ്റെ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ നെയിമല്ല, നമ്മളിവിടെ URLsനകത്തൊരു ആപ്പ് നെയിം കണ്ടിട്ടുണ്ട്. ആപ്പ് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ആപ്പ് എന്നാണ് കൊടുത്തത്. ഇതിനാണ് ടെംപ്ലേറ്റ് ടാഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ :; ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആപ്പ് നെയിം ആയിരിക്കും. ഓക്കെ, ആപ്പ് നെയിം ഫസ്റ്റ് ആപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് ആപ്പ് നമ്മൾ :; നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഓരോ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യും എവിടെയാണ് ഈ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ നെയിം എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ അത് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണിക്കും. ഇനി റൈറ്റ് സൈഡിലിരിക്കുന്നത് അതർ. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂസിനകത്ത് പോകുമ്പോൾ, URLsനകത്ത് നമ്മുടെ പാത്ത് എന്ന് പറഞ്ഞാൽ അതറാണ്. ഓക്കെ, അതറിനകത്താണ് നമ്മുടെ അതർ ടെംപ്ലേറ്റ് വ്യൂ ചെയ്യുന്നത്. അതിൽ നമ്മുടെ നെയിം, ഓക്കെ, :; റൈറ്റ് സൈഡിൽ നമ്മുടെ പാത്തിൻ്റെ നെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നെയിം നമ്മൾ കൊടുക്കണം. നെയിം കൊടുത്താലേ നമുക്ക് ഇതിനിങ്ങനെ പോലെ കാണിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് റിലേറ്റീവിനകത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ലിങ്ക് ടു അതർ പേജ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ലിങ്ക് ടു അതർ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ അതർ ടെംപ്ലേറ്റിലേക്കാണ്
വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ hrefൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ആപ്പിൻ്റെ നമ്മുടെ ഇവിടെ other.html ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതർ ടെംപ്ലേറ്റ്. ഇനി അടുത്ത ഞാൻ വേറെ പുതിയൊരു ടാഗ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ആപ്പ് അതറിന് പകരം ഞാൻ അഡ്മിൻ പേജ്, ഓക്കെ, അഡ്മിൻ പേജിലേക്ക് എനിക്ക് റീഡയറക്റ്റ് ചെയ്യണം. ലിങ്ക് ടു അഡ്മിൻ പേജ്. അപ്പോൾ അഡ്മിൻ പേജിനകത്ത് നോക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കണം. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ആയിരിക്കും നമുക്ക് അഡ്മിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് നോക്കാം. സോറി, അതറിലാണ്. അപ്പോൾ ലിങ്ക് ടു അഡ്മിൻ പേജ് ഇവിടെ ഉണ്ട്. സോ ലിങ്ക് ടു അഡ്മിൻ പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഡ്മിൻ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് റീഡയറക്റ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി അഡ്മിൻ സൈറ്റ് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരെ ലോഗിൻ പേജിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിലേറ്റീവ് URL ടാഗിങ് അല്ലെങ്കിൽ റിലേറ്റീവ് URL ടെംപ്ലേറ്റ്സ് എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആവുന്നത്. സോ ജാങ്കോയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ടാഗാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കോഡ്സിനകത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അതായത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ other_ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ജാങ്കോ നോക്കാൻ പോകുന്നത് empty സ്പേസ് ആയിരിക്കും. empty സ്പേസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആപ്പ്. അത് ശരിക്കും ആക്ച്വലി അതൊരു തെറ്റായ രീതിയാണ്, നമുക്ക് എറർ അടിക്കും. സോ എപ്പോഴും നമ്മൾ കോഡ്സിനകത്ത് ഇവിടെ സ്പേസ് ഒന്നും പാടില്ല, എല്ലാം ടൈറ്റ് ആയിരിക്കണം. ഓക്കെ, നേരത്തെ നമ്മുടെ മുമ്പത്തെ ജാങ്കോ 1 വെർഷനിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ജാങ്കോ 2 ഫ്യൂച്ചർ, ജാങ്കോ 2 ഓർ എബോ യൂസ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി അത് കളഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ ജാങ്കോ പ്രോജക്ട്സിലൊക്കെ URL റിലേറ്റീവാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ റിലേറ്റീവ് URL ടെംപ്ലേറ്റിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.